വിഴിഞ്ഞം തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സിപിഐഎം നിലപാട് തള്ളി നേതാക്കൾ രംഗത്ത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ.പി. ജയരാജനും കെ ശൈലജയുമാണ് പാർട്ടി നിലപാട് തള്ളി രംഗത്തെത്തിയത്. വിഴിഞ്ഞം പോലുള്ള ഒരു ബൃഹത്തായ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തകിടം മറിക്കുന്നത് കേരളത്തിന് ദോഷകരമാണെന്നും ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദാനി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വിഷയത്തിൽ അഴിമതി ആരോപിച്ച സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ നിലപാടിനെയും ഇ.പി. ജയരാജൻ തള്ളി. ദിവ്യ അയ്യരെ സ്ഥലം മാറ്റിയ നടപടി സ്വാഭാവികമാണെന്നായിരുന്നു കെ ശൈലജയുടെ പ്രതികരണം. പാർട്ടി നിലപാടിനെ തള്ളി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തിയതോടെ സിപിഐഎമ്മിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണോ? കാണാം RD Extra. വിഴിഞ്ഞം തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് പാർട്ടി നേതൃത്വത്തെ തള്ളി ഇ.പി. ജയരാജനും കെ ശൈലജയും രംഗത്തെത്തിയത്. വിവാദങ്ങൾ കേരളത്തിന് ഗുണകരമല്ലെന്നും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകേണ്ടതെന്നും ഇ.പി. ജയരാജൻ തുറന്നടിച്ചു. വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ നിലപാടിനെയും തള്ളിപ്പറഞ്ഞ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചവർ തന്നെ അതിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. കരാറുകാരന് മാത്രമായി ഭേദഗതി വരുത്താനോ മറ്റാരെയെങ്കിലും ഓഹരി ഉടമകളാക്കാനോ സാധിക്കില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് വിരുദ്ധമാണ് ഇ.പി. ജയരാജന്റെ നിലപാട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ അയ്യരെ മാറ്റിയ സംഭവം വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു കെ ശൈലജയുടെ പ്രതികരണം. പുതിയ സർക്കാർ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്നും കെ ശൈലജ പറഞ്ഞു. വിഴിഞ്ഞം കരാറിൽ അഴിമതി ആരോപിച്ചുള്ള പ്രതിപക്ഷ നിലപാടിന് പിന്നാലെയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനമുയരുന്നത്. RD Extra ന്യൂസ് മലയാളം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചവർ അത് വിശദീകരിക്കട്ടെ എന്നായിരുന്നു ഇ.പി. ജയരാജൻ പറഞ്ഞത്. തനിക്ക് അത്തരം ആക്ഷേപമില്ല എന്നും ജയരാജൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആക്ഷേപം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ അയ്യരെ മാറ്റിയ സംഭവം വിവാദമാക്കേണ്ടതില്ലെന്നും പുതിയ സർക്കാർ വരുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണെന്നും കെ ശൈലജയും പറഞ്ഞു. അല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഇ.പി. ജയരാജന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും VN വാസവൻ പറഞ്ഞു. CPM-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായമോ ഇത്തരം വിഷയങ്ങൾ നല്ല രൂപത്തിൽ പൊതുജനം ഇതിൻ്റെ പിന്നെ അണിനിരന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ മറ്റു രൂപത്തിൽ ചെയ്ത് വിടാനുള്ള ശ്രമങ്ങളും ഒക്കെ പല രൂപത്തിൽ നടക്കാറുണ്ട്. പക്ഷേ ഇ.പി. ജയരാജൻ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് പറഞ്ഞ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് പോയതായി ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ല. സനീഷ്, ഇതിപ്പോൾ വളരെ വ്യക്തമായി തന്നെ കെ രാഗേഷിൻ്റെ നിലപാടിനെ, അതുപോലെ തന്നെ അതിനെ പിന്തുണച്ച പിണറായി വിജയൻ്റെ നിലപാടിനെ, പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന മട്ടിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള MV ഗോവിന്ദനെ എല്ലാവരെയും തള്ളിപ്പറയുന്ന നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ മുതിർന്ന രണ്ട് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ആ വിഷയത്തിൽ നിരീക്ഷിക്കുന്ന ആർക്കും അങ്ങനെ ഒരു സംശയം വരാൻ സാധ്യതയില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? സനീഷ് എന്താ തോന്നുന്നു? ഇതിനകത്ത് ഈ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായത് ഇ.പി. ജയരാജൻ്റെ പ്രസ്താവനയിലാണ്. അതിനകത്ത് പ്രത്യേകിച്ചും ഒരു വാചകം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത് ഇതാണ്, അതായത് എല്ലാം അദാനി വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിക്കുന്ന കാലത്ത് ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PB അംഗവും പറഞ്ഞ നിലപാടിനപ്പുറത്ത് ഒരു കുത്തക മുതലാളി പറഞ്ഞ വിശദീകരണം ഉണ്ടല്ലോ എന്ന് പറയുന്നത്. അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്ക് ഒരേ അഭിപ്രായമുള്ളത്. അവർ രണ്ടുപേരും മറിച്ചൊരു അഭിപ്രായമുള്ള ദേശാഭിമാനി അവരുടെ മുഖപത്രത്തിൻ്റെ നിലപാടിനെ തള്ളുകയും ചെയ്തു പലതവണ. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറിയുമായ ആളുകൾ പറയുന്നതിനേക്കാൾ വലിയ കാര്യം ഒരു കുത്തക മുതലാളിയായിട്ടുള്ള അദാനി പറയുന്നതാണ്, വിശദീകരണം കേട്ടില്ലേ എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ അത്ഭുതകരമായ വിധത്തിലാണ് ഞാനത് കാണുന്നത്. ഇ.പി. ജയരാജനെ, അതായത് അദ്ദേഹം ഒരു മുൻ മന്ത്രി കൂടിയാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ അത്
കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അത് അസാധാരണമാം വിധമുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ CPM ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരത്ഭുതവും ഇനി വിചാരിക്കേണ്ടതില്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ സമയം എന്ന് വിചാരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും ഹർഷനും ഒരേ നിലപാടെടുത്തല്ലോ, ഒരു 3 മാസമെങ്കിലും VD സതീശനെ വല്ലാത്തതിൽ വിമർശിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ നിലപാട് ആ സമയം കഴിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെയും നമുക്ക് ബോധ്യപ്പെടുത്തിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു. നമ്മളെ പോലെ കാര്യങ്ങളെ കാണുകയും പറയുകയും ചെയ്യുന്നു. അതുപോലെ CPMൻ്റെ സംസ്ഥാന നേതാക്കൾ ഇത് CPMൽ അസാധാരണമായ സാഹചര്യങ്ങൾക്കിടയാക്കിയിരിക്കുന്നു, അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി പോയിരിക്കുന്നു എന്ന് അവർ തന്നെയും വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയമായിട്ട് സന്ദർഭമായിട്ടാണ് ഞാൻ EP ജയരാജൻ്റെ ആ പ്രസ്താവനയെ കാണുന്നത്. ഇപ്പോൾ KK ശൈലജ പറഞ്ഞതിൽ പിന്നെ കുറേ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡബിളാണ് നമുക്ക്. അതായത് KK ശൈലജ പറഞ്ഞത് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ എന്ന് അവർ ചോദിച്ചാൽ നമുക്കും കൂടെ യോജിക്കാവുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ആളുകൾ കൂടെ യോജിക്കാവുന്നൊരു പോയിന്റ് അതിനകത്തുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വല്ലാത്ത തോതിൽ ഈ CPMൻ്റെ നിലപാടിനെ ആകപ്പാടെ തട്ടിക്കളയുന്നതാണെന്ന് പറയുക നമുക്ക് സാധ്യമല്ല. അത് പ്രത്യേകിച്ചും ഒരു ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു വിഷയം വന്നതുകൊണ്ട് പോർട്ടിൻ്റെ ഉന്നത സ്ഥാനത്തിൻ്റെ ഇരുന്ന ആളെ മാറ്റിയതിലാണ് വിവാദം വന്നത്. അതിൽ തന്നെ KK രാഗേഷ് എന്ന് പറയുന്ന താരതമ്യേന പല ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ആൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ആ ഒരു വിഷയം വന്നത്. അതുകൊണ്ട് KK ശൈലജയുടെ പ്രസ്താവന അങ്ങോട്ട് ഒന്ന് മാറ്റിവെച്ച് കൊടുത്താലും പക്ഷേ അപ്പോഴും അതിനകത്തുള്ള ചില വ്യതിയാനങ്ങളില്ലേ എന്ന് വെച്ചാൽ നിലപാടിനപ്പുറത്ത് ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത് എന്നൊരു തോന്നലുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമേ ഇല്ലല്ലോ. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ നിലക്ക് അവർക്ക് പല അഭിപ്രായങ്ങൾ പറയുന്നതിൽ ആ പാർട്ടിക്ക് തടസ്സമില്ല. പക്ഷേ ഇവരുടെ പാർട്ടിയുടെ സവിശേഷതയായിട്ട് നാട്ടുകാരോട് ഈ കണ്ട കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവുന്നതാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ വലിയ സംഭവങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഭിന്നതയുടെ പ്രതിഫലനങ്ങളായിട്ടാണ് അവർ സാധാരണ ഇതിൽ പറയുക. അപ്പോൾ EP ജയരാജൻ്റെ ഈ ഒരു അസാധാരണമാം വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് കുത്തക മുതലാളിയുടെ വിശദീകരണം കേട്ടില്ലേ എന്ന് പൊതുജനത്തോട് പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം അസാധാരണമായൊരു സാഹചര്യം എന്ന് തന്നെ പറയുകയാണ്. ഇതിപ്പോൾ ഹർഷ ഇത് ചെറിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിനകത്തുള്ള ഒന്ന്, അത് VD സതീശൻ മഹാഭാഗ്യവാനാണ് എന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലീഡിൽ അദ്ദേഹത്തിന് ഭരിക്കാനാകുന്നു. അദ്ദേഹത്തിന് മേൽ തുടരെ സംഗതികൾ വന്ന് വീഴുമ്പോഴും വിവാദങ്ങൾ വന്ന് വീഴുമ്പോഴും അദ്ദേഹത്തിന് തുടരെ യൂട്ടേൺ എടുക്കേണ്ടി വരുമ്പോഴും സംഘടിതമായിട്ട് ഒരു വിമർശനത്തിലേക്ക് പോകാനുള്ള പ്രതിപക്ഷം അപ്പുറത്തില്ല എന്നത് ഇതോടുകൂടി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അതായത് ഞങ്ങൾക്കൊക്കെ മറ്റഭിപ്രായങ്ങളുണ്ട് കേട്ടോ മുഖ്യമന്ത്രി VD സതീശൻ എന്നൊരു അഭിപ്രായം കൂടെയാണ് ഈ നേതാക്കൾ, പ്രത്യേകിച്ച് EP ജയരാജനെ പോലുള്ള ആളുകൾ അന്തരീക്ഷത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നെയുള്ളത് KK രാഗേഷ്. CPMൻ്റെ 14 ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പദവി വഹിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ അസാധാരണമാം വിധം പാർട്ടിയുടെ സംവിധാനങ്ങൾ ആകപ്പാടെയും പ്രതികരിക്കേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം KK രാഗേഷ് നമ്മൾ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിക്കും മുകളിലുള്ള നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നതായിട്ട് കാണാണ്. അത് നേരത്തെ നമ്മൾ CPM എന്താണ് അവരുടെ പരാജയ കാരണം എന്നത് CPM ചർച്ച ചെയ്ത് കമ്മിറ്റികളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുമ്പോൾ തന്നെ ആ പരാജയ കാരണം ഇന്നതാണെന്ന് KK രാഗേഷ് പ്രസംഗിച്ചു. അതിനകത്താണുള്ള ന്യൂനപക്ഷങ്ങൾ ഒന്നു ചേർന്നു എന്നൊക്കെ പറഞ്ഞ പരാമർശം ഉണ്ടായത്. അത് ആ കാലത്ത് വിവാദമായി. ഇതിപ്പോൾ ഈ സംഭവത്തിലാണെങ്കിലും അദ്ദേഹം സാധാരണയിൽ പറയേണ്ടതില്ലാത്ത, ഇന്നലെ നമ്മൾ VD സതീശൻ ഇക്കാര്യത്തിൽ വിമർശിച്ചത് ആർക്കും പറയാൻ അവകാശമുണ്ട്. ഇപ്പോൾ എനിക്കും ഹർഷനും ഒക്കെ പറയാം, നാട്ടുകാർക്കെല്ലാം പറയാം. കാരണം വിഴിഞ്ഞ വന്നത് VD സതീശൻ്റെ മാത്രം സ്വത്തല്ല, നമ്മുടെ എല്ലാ സ്വത്താണ്. അതുകൊണ്ട് ആർക്കും അഭിപ്രായം പറയാം. പിന്നെ അദ്ദേഹത്തിനകത്ത് വേറൊരു തരം ഒരു ശരിയല്ലാത്ത പരാമർശം കൂടിയുള്ളതുകൊണ്ടാണ് നമ്മളതിനെ വിമർശിച്ചത്. പക്ഷേ KK രാഗേഷ് CPMനാണെങ്കിൽ അഭിപ്രായം പറയുന്നത് അങ്ങനെയല്ലോ, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം എടുത്തിട്ട് അത് ഒരാൾ പറയുക എന്നുള്ളതല്ലേ. അപ്പോൾ അത് അങ്ങനെ ഏൽപ്പിക്കപ്പെടാത്ത ഒരാൾ പറഞ്ഞതിലുള്ള അഭംഗിയും അനൗചിത്യവും ഒക്കെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ KK രാഗേഷ് അങ്ങനെ ചെയ്യുന്നു. കണ്ണൂരിൽ തന്നെയുള്ള KK ശൈലജ, ഇതിലിപ്പോൾ എന്താ കാര്യമുള്ളത്? പിന്നെ ദിവ്യ സയ്യരെ മാറ്റുന്നത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമല്ലോ എന്ന് അതിനെ തള്ളിക്കളയുന്നു. EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയെയും പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെയും ഇതുപോലെ പ്രമാദമായൊരു വിഷയത്തിൽ മറികടന്ന് ഈസിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആകപ്പാടെ EP ജയരാജൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരല്പം കടന്ന് ഒരു കാര്യം തോന്നിയത് ഹർഷ, അതായത് EP ജയരാജൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർ പോയി എന്ന പോലുള്ള വിവാദങ്ങൾ നമ്മുടെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയുടെ സംവിധാനത്തിനകത്ത് നിന്ന് TK ഗോവിന്ദൻ, B കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ലെയറിലുള്ള ഒരു സംസ്ഥാനതല നേതാവായിട്ടുള്ള G സുധാകരൻ, ജില്ലാതല നേതാവായിട്ടുള്ള TK ഗോവിന്ദൻ, ജില്ലാതല നേതാവാണെങ്കിലും ഒരല്പം പ്രാദേശിക ഭാഗത്തുള്ള കുഞ്ഞികൃഷ്ണൻ, 3 പേര് അവരെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന്
ഇദ്ദേഹം ഇ പി ജയരാജൻ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ഈ പാർട്ടിക്കപ്പുറത്തേക്ക് ചില നിലപാടെടുത്താൽ ജനം അംഗീകരിക്കുന്ന ഒരു നില ഇപ്പോൾ CPI-നെ ചുറ്റിപ്പറ്റിയിട്ട് വന്നിട്ടുണ്ട് എന്നൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിഗ്രറ്റ് കൂടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സാറില്ല, ഞാനിപ്പോൾ CPM-നെതിരെ ഒന്ന് നിന്നാൽ ഒരു ജനപ്രിയത വരാനുണ്ട് എന്നൊരു പക്ഷേ അദ്ദേഹം കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അല്ലാതെ ഇപ്പോൾ ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വളരുകയും ദേശാഭിമാനിക്കെതിരായിട്ട് ഇവർ ശക്തമായുള്ള നിലപാടെടുക്കുകയും ഇ പി ജയരാജൻ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കൽ പോലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പിണറായി വിജയൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷേ പിണറായി വിജയൻ ക്ഷീണിതനാണെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ ക്ഷീണിതനാണെന്നും ഈ പാർട്ടിയുടെ അപ്പുറത്തേക്ക് നിന്ന് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടെടുത്താൽ ഇപ്പോൾ ഒരു ജനപ്രിയത വരാനുണ്ടെന്നും വൈകിട്ടാണെങ്കിലും ഇ പി ജയരാജൻ മനസ്സിലാക്കിയിരുന്നു. ജി സുധാകരൻ നേരത്തെ മനസ്സിലാക്കി, ടി കെ ഗോവിന്ദൻ നേരത്തെ മനസ്സിലാക്കി, അവരതിന് ഡിവിഡൻഡും ഉണ്ടാക്കി, വിജയവും ഉണ്ടാക്കി. പക്ഷേ ഇദ്ദേഹത്തിന് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന ഒരു പോയിന്റ് കൂടെ വെച്ചിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ വിഴിഞ്ഞം കാര്യത്തിൽ എന്തോ അദാനിയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടൊന്നും അല്ല. ഇത് ഈ കാര്യത്തിൽ എനിക്ക് കിട്ടാവുന്നൊരു നിലപാട് ഞാൻ എടുത്തേക്കാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ഈ പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഹർഷ, നമ്മൾ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, ജി സുധാകരൻ വന്നിട്ട് MP ഗോവിന്ദൻ മാസ്റ്ററെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചു. ജി സുധാകരൻ ആദ്യം മുതൽ തന്നെ വിമർശനമാണ്, ഇപ്പോൾ അപ്പുറത്താണ്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പരിചയമുള്ള CPIM എന്ന് പറയുന്ന പാർട്ടി അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ വിമർശിച്ചാൽ, വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പോലെയല്ല, അവരുടെ പദാവലിയിൽ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ചീത്ത വിളിയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് പോലും ഒരു അനക്കവും നമ്മൾ കേൾക്കുന്നില്ല, അല്ലേ? ഒരു അനക്കവും ഇല്ല. ഒരു CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ഈ മട്ടിലൊരു അധിക്ഷേപം നടത്തിയിട്ട്, ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ ഭാഷയെ അധിക്ഷേപമല്ല, ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇത്ര വലുതായിട്ടുള്ളൊരു അധിക്ഷേപം നടത്തിയിട്ട് ഒരു അനക്കവും ഇല്ല. ഒരു ഇളം തെന്നൽ വന്നു പോയതുപോലുള്ളൊരു അന്തരീക്ഷമാണ് കേരളത്തിലാകെ. ഇത് നമ്മളിതിനെ സമഗ്രമായിട്ട് പരിശോധിച്ചാൽ, നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ സമഗ്രതയിൽ പരിശോധിച്ചാൽ ഈ പാവപ്പെട്ട മനോരമ പത്രമൊക്കെ ഇവരെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ എന്തുമാത്രം വലിയ അറ്റാക്കാർക്ക് ഉണ്ടായിരിക്കുക. മനോരമ എന്ന് മാത്രമല്ല, നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെ ഒക്കെ ഈ വിഭാഗീയത കൊടികുത്തിയ കാലത്ത് ഈ പറയുന്ന സംഭവങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു CPIM ഏത് വിധത്തിലായിരുന്നു എതിർക്കുക. പക്ഷേ ഇവർ അസാധാരണമാം വിധം ശാന്തത കളിയാടുകയാണ്. അതുകൊണ്ട് അവസാനിച്ചോ? ജി സുധാകരൻ അങ്ങനെ, VV രാജേഷ് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഈ സംസ്ഥാനത്ത് 3 MLA-മാർ മാത്രമുള്ള BJP എന്ന പാർട്ടിയുടെ തിരുവനന്തപുരത്തെ മേയർ ഈ CPM-കാർ വന്നിട്ട് മാലിന്യം കൊണ്ടുവന്നിട്ടാണ് തിരുവനന്തപുരത്ത് എഴുതി എന്ന് പറഞ്ഞു. ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു, മാലിന്യം കൊണ്ടുവന്നിട്ട് ഒരാൾ പറയുന്നത് കേട്ടോ. സംഗതി അദ്ദേഹം താരതമ്യേന ഈ അധികാര പദവിയിൽ തുടക്കക്കാരനാണെങ്കിലും BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഈ തലസ്ഥാനത്തെ മേയർ CPM-കാർ മാലിന്യം കൊണ്ടുവന്നിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും കേട്ടോ? ഇളന്തന്നൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ പണി മറന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയുമാണ്. ഇവരെന്ത് ചെയ്യണം എന്നിങ്ങനെ ഏത് നിലപാട് പിടിക്കുന്നതാണ് സൗകര്യം. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാത്ത സാഹചര്യമാണ്, അല്ലേ? അതായത് നമുക്കറിയാം, ഇപ്പോൾ പത്രക്കാർക്കൊക്കെ അറിയാം, അതായത് ഇവരും തമ്മിൽ അടിക്കുകയാണ്, ഇവരും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് ഈ CPM നേതാക്കളെ പറ്റിയൊക്കെ ആളുകൾക്ക്, പത്രക്കാർക്കും മറ്റെല്ലാവർക്കും ഒക്കെ ധാരണയുണ്ടാകും. പക്ഷേ അവർ മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ പരസ്പരം, ഇപ്പോൾ പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ പോലും പരസ്പരം അനുകൂലിച്ചുകൊണ്ടല്ലേ വർത്തമാനം പറയുക, അല്ലെങ്കിൽ ആ നിലക്കുള്ളതല്ലേ പരസ്യ പ്രസ്താവന നടത്താൻ പറ്റൂ. ഇപ്പോൾ അത് കടന്നിട്ട് CPM ശരിക്കും അവരുടെ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശം കാലത്ത് എത്തിയിരിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മൾ ഇത് നമ്മുടെ ഇതിനെ ഇപ്പോൾ പറയുന്നത് ഒരു 10-15 കുതിരകൾ ചേർന്നിട്ട് 10-20 ഇടങ്ങളിലേക്ക് വലിക്കുന്ന ഒരു കുതിരവണ്ടി പോലെ ആയിട്ടുണ്ട് CPM ഇന്ന്. ഇപ്പോൾ പറയാറായിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രാഥമികമായ സൂചനകളാണ് ഈ കാണുന്നത്. അവർ ഒരേ ദിശയിലേക്ക്, ഈ കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിലേക്ക് പോകുന്ന, ചിലപ്പോൾ ഈ മുന്നിൽ നയിക്കുന്ന ആളുകൾക്ക്, ഈ കുതിരകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം എന്തെങ്കിലുമൊക്കെ അടുത്ത കുതിരയെ ചിലപ്പം 2 ചീത്തയൊക്കെ വിളിക്കണ്ട, അല്ലെ പോടാ എന്നൊക്കെ പറയുന്നുണ്ടാവും, ഈ ഫുട്ബോൾ കളിക്കാർ അടുത്തടുത്ത് എന്ന് പറയുന്ന പോലെ. പക്ഷേ അവരെല്ലാവരും ഒരു ദിശയിലേക്കേ വണ്ടി ഓടിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് മറികടന്നോ എന്നൊരു തോന്നലുണ്ടാക്കുന്ന മട്ടിലാണ് ഇവരുടെ വർത്തമാനം നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം അതിശയോക്തിയാണ് ഞാൻ പറയുന്നത് എന്ന്, അല്ലെങ്കിൽ കുറച്ച് കടന്നുള്ള വർത്തമാനമാണ്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എന്ന് തോന്നാവുന്ന വർത്തമാനമാണ്. പക്ഷേ നമ്മൾ ആദ്യ സൂചനകൾ കണ്ടെത്തുക എന്നുള്ളതും കൂടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു ദൗത്യമായതുകൊണ്ട് ഞാൻ പറയാണ്. ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒടുവിൽ ഈ കൗരവർ അവർ മരിച്ചു പോകുന്ന, കൗരവരല്ലേ ആണെന്ന് തോന്നുന്നു, അല്ലേ? അതായത് മരിച്ചു പോകുന്നത് ഈ ദർഭപ്പുല്ലുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അവസാനം യദുകുലം യാദവകുലം തമ്മിലടിച്ച് തീരുന്നത്, അത് കൗരവരല്ല, യാദവകുലം തമ്മിലടിച്ച് തീരുന്നത് ഈ ദർഭപ്പുല്ലുകൾ പരസ്പരം ചെയ്തിട്ടാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ്. അത് മഹാഭാരതം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതിനകത്ത് ലോകത്തിൻ്റെ തന്നെ ചരിത്രം അങ്ങനെയാണ്. അതായത് ഏത് വലിയ സംവിധാനങ്ങളും, അത് മനുഷ്യർ കൂട്ടായി നിൽക്കുന്ന സംവിധാനങ്ങൾ ഒടുവിൽ പ്രശ്നത്തിലാകുന്നത് അവർ പരസ്പരം പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ അവരെ എക്സ്റ്റേണലി അടി വരുമ്പോഴെന്ന് വെച്ചാൽ ക്ഷീണിക്കും, അവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കും, വീണ്ടും പിറാനിലൊക്കെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഏത് മനുഷ്യരുടെ കൂട്ടായ്മകളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ
ഈ മറ്റേ ദർഭപ്പുല്ലുകൾ ആളുകൾ ഊരിയെടുക്കുകയാണോ? ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ മെല്ലെ ദർഭപ്പുല്ലെടുത്തിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നതാണോ എന്ന് സംശയം തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മൾ കാണുന്നത്, ഞാൻ ഉറപ്പായിട്ടും ഇത് അതിശയോക്തിയല്ലാതെ സത്യസന്ധമായിട്ടും നല്ല ആർജവത്തോടെയും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കാണുന്ന ഈ CPIM അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ CPIM ആണ്. അത് ഞാനിവർക്ക് സീറ്റ് 35 കുറഞ്ഞു പോയതുകൊണ്ടല്ല, പക്ഷേ ഇവർക്ക് ഏകപക്ഷീയമായിട്ടുള്ള ഏകാത്മകമായിട്ടുള്ള ഒരു നിലപാടില്ല. ഇവർക്ക് ഇവരുടെ നേതൃത്വം തന്നെ സംശയമായിരിക്കുന്നു. ഇവർ ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ പോലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പോയി, വയനാട്ടിൽ പോയി എന്ന് നമ്മളോട് അദ്ദേഹത്തെ വളരെ ആദരവോടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുകയാണ്. വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും പരാജയം ഉണ്ടായപ്പോഴും സംസ്ഥാന സെക്രട്ടറിയും അവിടേക്ക് പോയി എന്നുള്ളത് നമ്മളെ ആദരവോടെ നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പിണറായി വിജയനോട് എനിക്ക് ശരിക്കും ഇന്നത്തെ കാലത്ത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ആദരവ് തോന്നി. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ആരും ഒന്നും പറയാനൊന്നും പോകില്ല. അദ്ദേഹത്തിന് ആ പ്രായമുണ്ട്, അദ്ദേഹത്തിന് പകരം മറ്റുള്ള ആളുകൾ പോയാൽ മതി. പക്ഷേ അദ്ദേഹം അവിടെ പോയി ആളുകളെ കണ്ടു. അപ്പോൾ അവരങ്ങനെ ലീഡർഷിപ്പിന് പരാജയം പറ്റിയിട്ടാണോ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷേ അവരങ്ങനെ ചെയ്യുമ്പോഴും മറ്റുള്ള ആളുകൾ അവരവരുടെ ദർഭപ്പുല്ലുകൾ എടുത്തിട്ട് ആയുധം മുനകൂർപ്പിച്ച് വെക്കുകയാണോ? ഇത് അപ്പുറത്ത് ചാടിപ്പോയ ജി സുധാകരനും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവരുടെ ഡിവിഡൻഡ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇവരെ പ്രലോഭിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അതൃപ്തി, ഈ തിരിച്ചടിക്ക് കാരണമായ അതൃപ്തി അവരെ ഈ കാര്യങ്ങൾ ഇനിയെങ്കിലും പറയാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ശരിയായ ഒരു ധാർമ്മിക ബോധമാണോ എന്ന് നമുക്കറിയില്ല. ഈ ധാർമ്മികമായിട്ട് ശരിയായ ബോധമാണെങ്കിൽ തന്നെയും അത് അവരുടെ പാർട്ടി വിരുദ്ധമായ കാര്യമാണെന്ന് പറയാൻ അവർ തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. കേരളത്തെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പറയുന്ന പാർട്ടി വിരുദ്ധമാണ്. പാർട്ടി ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ, ഇപ്പോൾ രാവിലെ ആണ് എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള സമയമാണെന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്ന പോലെ പറയണം എന്നുള്ളതാണ് അവരുടെ ഒരു രീതിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, നിർഭാഗ്യവശാൽ കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്ന കാര്യം ഇ.പി. ജയരാജൻ ഉണ്ടാക്കിയാണ്. ഇ.പി. ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയെയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തെയും മറികടന്നിട്ട് ഒരു കുത്തക മുതലാളിയുടെ വിശദീകരണം കേട്ടില്ലേ എന്ന് ഇതുപോലൊരു വിഷയത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന കാലത്ത് കേട്ടിട്ടേയില്ല. ഇ.പി. ജയരാജൻ അങ്ങനെ ഒരു കൗതുക സന്ദർഭം ഉണ്ടാക്കി തന്നതിന് അദ്ദേഹത്തിന് വളരെ വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിയിട്ട് ഞാനങ്ങനെ നിർത്തുകയാണ്. ബാക്കി ഹർഷൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നിൽക്കുന്ന പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുള്ള ഒരു കാലമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം മുമ്പ് പ്രതിപക്ഷത്ത് ഇരുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ട ബാധ്യത ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് ഇല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കള്ളാടിയിലെ ദുരന്തം കണ്ടു കഴിഞ്ഞ് വന്ന പ്രതികരണങ്ങളെല്ലാം കേൾക്കുമ്പോൾ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഒരു സമയത്ത് നമ്മൾ സംശയിച്ചത് പ്രതിപക്ഷം എങ്ങാനുമാണോ ഇപ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണോ ഇവർ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇപ്പുറത്ത് ഏതാണ്ട് അതിൻ്റെ എക്സ്ട്രീം കളിയാണ് ഇന്നിപ്പോൾ ഇ.പി. കളിച്ചത്. എന്താണ്, ഭരണപക്ഷത്തിലിരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ന്യായവാദം വയ്ക്കില്ല മുന്നോട്ട്. അതായത് എല്ലാം അദാനി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോൾ പിന്നെ നീ വിവാദമാക്കേണ്ട കാര്യമില്ല, വലിയ വികസന പദ്ധതികൾക്കൊക്കെ ഇതൊക്കെ തടസ്സമാകും നിങ്ങളിങ്ങനെയൊക്കെ വിവാദമാക്കിയാൽ എന്നുള്ളത് ഒരു സർക്കാർ വിലാസത്തിനും അപ്പുറത്ത് കടന്നു പോകുന്ന ഒരു പ്രതികരണമായിരുന്നു ഒരു മുതലാളി വിലാസമായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് ഇരുപക്ഷത്തുമുള്ള നേതാക്കന്മാരുടെ പല പ്രതികരണങ്ങളും എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഇ.പി.യുടെ പ്രതികരണം. പിന്നെ ഇ.പി.ക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ? ഇ.പി.ക്ക് ഇത് ഒരുപക്ഷെ അദ്ദേഹം ഇത് പ്രതികരണം നടത്തിയതിന് ശേഷം രണ്ടാമത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നോ ഞാൻ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ആലോചന ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റൂ, എങ്ങനെയും എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി പോയേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മൈക്ക് മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഈ കൂടെ ഇല്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ കണ്ടെത്തിയ ഒരു ന്യായം ഒരു തൊടുന്യായമായിരുന്നു, അല്ലെങ്കിൽ അത് മുതലാളി വിലാസമായി പോയി എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം CPIM-ൽ വലിയ ആഭ്യന്തര കുഴപ്പം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി CPIM-ൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത അതിനുള്ളിൽ വളരെ ഗുരുതരമായ രീതിയിൽ അല്ലെങ്കിൽ കുറേ രൂക്ഷമായ രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോവുകയാണ് വൈകാതെ. അപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഏത് തരം ചർച്ചകളായിരിക്കും ഉയർന്നു വരിക? ഇത് പലരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ വേറെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായിട്ടൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഒരുപക്ഷെ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ചിലർ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണോ വരുന്നത് എന്നുള്ള സംശയം പരസ്പരം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരണം വന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്? കെ രാഗേഷിൻ്റെ ഭാഗത്തു നിന്നാണ്. കെ രാഗേഷ് CPIM-ലെ ഈ ആന്തരിക പ്രതിസന്ധിയിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ രാഗേഷിൻ്റെ ആ പ്രതികരണത്തിന് കൈകൊടുക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച ബോധ്യം കണ്ണൂരിൽ നിന്നുള്ള വലിയ വിഭാഗം നേതാക്കൾക്കുണ്ട്. അതിനെങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതിലൊരു ചെറിയ പാളിച്ച ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കും. പക്ഷേ ശൈലജ ടീച്ചർക്ക് അത് സംഭവിച്ചിട്ടില്ല. ശൈലജ ടീച്ചർ കൃത്യം പോയിന്റാണ് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം കാര്യമാണ് പറഞ്ഞത്. അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. എടുത്താൽ എന്താ കുഴപ്പമെന്നറിയാവോ? ഇപ്പോൾ ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി 3 വർഷം അവർ ആ സ്ഥാനത്ത് തുടർന്നതിന് ശേഷമാണ് മാറ്റിയത്. ഒരു സാധാരണ സ്വാഭാവികമായ ഒരു മാറ്റമായി അതിനെ കാണാവുന്നതാണ്. പക്ഷെ കെ രാഗേഷ് അത് പറയുമ്പോൾ അതിന് പിന്തുണച്ചതാരാണ്? ആ രാഗേഷിൻ്റെ വാക്കിനെ തന്നെ പിന്തുണച്ചതാരാണ്? അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ വളരെ പെട്ടെന്ന് കെ രാഗേഷിൻ്റെ വാക്കുകൾക്ക് പിന്തുണയുമായി എത്തി. അത് ദിവ്യ എസ് അയ്യർ ഉണ്ടായിരുന്നപ്പോൾ അദാനിയെ ചെറുക്കുമായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ്റെ വാക്കുകളാണ്. ആ പിണറായി വിജയനെ കൂടിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത് എന്താണ്? സ്വാഭാവികമായ ഒരു മാറ്റമാണ്, അതിനെ ആ മട്ടിലേ കാണേണ്ടതുള്ളൂ, അതിനെ അങ്ങനെ എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഗതിയല്ല. അത് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം, ആ ജസ്റ്റർ എന്ന് പറയുന്നത് ഒരു വലിയ വലിപ്പമുള്ള സംഗതി തന്നെയാണ്. ഈ അദില അബ്ദുള്ള അവിടെ ഇതിനു മുമ്പ് MD ആയിരുന്നു, 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് 2-3 വർഷത്തിൽ താഴെ എന്തായാലും. അപ്പോൾ അവരെയൊക്കെ ഈ മാറ്റിയത് ആരാണ്? LDF സർക്കാരാണ്. അതെന്താ ഇവർക്കെല്ലാം അദാനിയോട് കീഴടങ്ങിയത് കൊണ്ട് മാറ്റിയേക്കാൻ തീരുമാനിച്ചതാണോ? സ്വാഭാവികമായും ആ ചോദ്യം ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഈ വാദം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം VD സതീശനായാലും അല്ലെങ്കിൽ ഭരണപക്ഷമായാലും തിരിച്ചു ചോദിക്കുന്ന ചോദ്യമായിരിക്കും. കാരണം നിങ്ങൾ അങ്ങനെ ഈ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇവരെ ഈ 2 പേരെ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ ചുമതല വഹിച്ചവരെ എന്തിനാണ് മാറ്റിയത് എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായും. അദില അബ്ദുള്ള അങ്ങനെ മോശം ഒരു ഉദ്യോഗസ്ഥയൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, അതായത് ഈ അതിനകത്ത് വരുന്ന, അതായത് ഇപ്പൊ കെ രാഗേഷ് പറയുകയും പിണറായി വിജയനെ സമ്മതിക്കുകയും ചെയ്ത കാര്യത്തിന്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്താവും? രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ വലുതാണ് ഉദ്യോഗസ്ഥരിരുന്നാലുള്ള പവർ എന്നല്ലേ അതിനർത്ഥം. അത് ഇവരുടെ പാർട്ടിയുടെ ഇവരുടെ സർക്കാരിൻ്റെ ആത്യന്തികമായുള്ള അടിസ്ഥാനത്തെ തന്നെയും തള്ളിക്കളയുന്നതാണ്. കാരണം അവർ പറയുന്നത് രാഷ്ട്രീയ ലീഡർഷിപ്പാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉദ്യോഗസ്ഥരല്ല എന്നാണ്. അവർ പിണറായി വിജയൻ്റെ പോലും നിലപാട് അതിൻ്റെ മുകളിൽ അതിന് ഓപ്പോസിറ്റായിട്ട് വന്ന് നിൽക്കുന്ന അത്ഭുതം അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് ആ ഒരു പ്രശ്നത്തെ വളരെ പെട്ടെന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കെ രാഗേഷിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ആ നിലപാട് പാർട്ടി നിലപാടായി ഗവർണർ മാഷ് അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ശൈലജ ടീച്ചർ നടത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രതികരണത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. അത് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഈ വിഷയങ്ങളിലെ അഭിപ്രായ രൂപീകരണത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടി ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളും ആ കാര്യത്തിലെ നിലപാടുകളിലൊക്കെയുള്ള കൃത്യമായൊരു സൂചനയായി തന്നെ നമുക്കതിനെ കാണണം. ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കെ രാഗേഷ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ആയതിൽ തന്നെ ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ CPIM ഉണ്ട് എന്നുള്ളത്, അതായത് CPM-ൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പരാതിയായി തന്നെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോയിട്ടുള്ളതാണ്. കാരണം ജില്ലാ കമ്മിറ്റിയിൽ കോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ കൊണ്ടുവന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് അവിടെ. അപ്പം ജില്ലാ കമ്മിറ്റി ആയിരുന്നില്ല, അതായത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു നേരിട്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി ആകാത്ത ഏറ്റവും സീനിയറായ അംഗമായതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് ന്യായവാദം പറഞ്ഞത്. പക്ഷേ ഒരു തിടുക്കം ആ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അതിനകത്തുണ്ട്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട പരാജയങ്ങളിൽ ഒരു കാരണക്കാരൻ ജില്ലാ സെക്രട്ടറിയാണ് എന്ന മട്ടിൽ അവിടെ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി വളരെ ആക്റ്റീവായി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ റോൾ എടുക്കേണ്ടതില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു കമൻറ്റ് പറയുകയും അതിന് പിന്തുണയുമായി പാർട്ടിയും സംസ്ഥാന നേതൃത്വവും പിണറായി വിജയനും എല്ലാം രംഗത്തെത്തിയപ്പോൾ അതിനെ ഒരൊറ്റയടിക്ക് അതിനെ പിടിച്ചു നിർത്തിയതാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് ഒരു വലിയ സൂചനയാണ്. സനീഷ് പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ ഈ ദർഭമുന കൊണ്ട് പരസ്പരം എറിഞ്ഞു കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വളരെ കൃത്യമായി ഈ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് തന്നെ പോകണം എന്നും ഇക്കാര്യത്തിൽ ഈ പിണറായി വിജയൻ്റെ ഒരു ഓറയ്ക്കപ്പുറത്തൊരു ചർച്ച നടക്കില്ല എന്നുള്ള സ്ഥിതി ഇവിടെ ഇല്ല എന്നുമുള്ള സന്ദേശം നൽകൽ കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ ആ ചർച്ചകൾ വരും. കാരണം താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ ഉയർന്നതാണ്. താഴെത്തട്ടിൽ സംസ്ഥാന തലത്തിൽ എല്ലാ ഘടകങ്ങളിലും വലിയ ചർച്ചകൾ ഉയർന്നതാണ്. ആ ചർച്ചകളിന്മേൽ ആക്റ്റീവായിട്ടുള്ളൊരു പ്രോ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നുള്ള സംശയം
പിന്നീട് എം വി മാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടില്ല, വന്ന വിമർശനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനവും താഴെത്തട്ടിലുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ കാണുന്നത്. പുത്തലത്ത് ദിനേശൻ ആദ്യം ഒരു ഈ പരാജയ കാരണങ്ങളെ വിശദമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം എഴുതി അദ്ദേഹം. അതായത് ഈ പാർട്ടിയെ അനാവശ്യമായി കടന്നാക്രമിച്ച അനാവശ്യമായ ചില കാരണങ്ങളൊക്കെ ആളുകൾ കണ്ടെത്തുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം എഴുതിയത്. ഒരക്ഷരം എനിക്ക് മനസ്സിലായില്ല അത് വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ. സത്യമായിട്ട് ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ആദ്യം രണ്ടാമതൊരെണ്ണം വരുന്നു, എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം വളരെ കൃത്യമായി സ്ട്രെയിറ്റ് ആയിട്ട് പുത്തലത്ത് ദിനേശൻ ഒരു പ്രതികരണം നടത്തി. ഒരു അസ്വാഭാവികമാണതൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തി കാണുന്നത് അസ്വാഭാവികമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ അതിങ്ങനെ മറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു തോന്നലാണ്. അതിന് പിണറായി വിജയനെ തന്നെയാണ് ഇവർ ചൂണ്ടുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചർച്ചയാണ്. എന്താ, നമ്മളും ചർച്ച ചെയ്താണ് ഇവിടെ. അതായത് 10 വർഷം ഈ സംസ്ഥാനത്തെ ഭരണത്തെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഞാൻ ഈ 10 വർഷം നയിച്ചതാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലോ, അല്ലെങ്കിൽ ഇപ്പോൾ VS അച്യുതാനന്ദനോ EK നായനോരോ ഒക്കെ തോൽവിയുടെ ഘട്ടത്തിൽ ആ തോൽവിയെ ഏറ്റെടുത്തുകൊണ്ട് തോൽവിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റോ ഫേസ്ബുക്കിലൊരു കമൻറ്റ് വന്നതല്ലാതെ അതിനപ്പുറത്ത് മതിയായ വിധത്തിലില്ല. മാധ്യമങ്ങളോട് കാര്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ നിന്നിട്ടില്ല. അദ്ദേഹത്തെ പിന്നെ ആകെ കാണുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള സർക്കാരിനെതിരെയുള്ള പ്രതികരണങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അതിനപ്പുറത്ത് 10 വർഷം ഭരിച്ച ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത് ഈ പരാജയത്തിൽ എന്നതുപോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് ഒരു പരാതിയായി ഇതിനകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെയും അങ്ങനെ മറികടന്ന് പോകാം. അദ്ദേഹം പരാജയത്തെ ഭയപ്പെടുന്നയാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പരാജയത്തെ ഭയപ്പെടുന്നതല്ല, പക്ഷേ അദ്ദേഹം ഇതിനെ നിസ്സാരമായി കണ്ട് മറികടന്ന് പോയോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ കാര്യത്തിൽ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്, താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവ് ഒരു പക്ഷേ CPIM-ൽ ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോൾ ആളുകൾ പലതരത്തിൽ ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട്, കാരണം ഇതിനകത്തൊരു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ചൊരു കമൻറ്റ് പോലും പറയാതെ അദ്ദേഹം പിണറായി വിജയൻ വീണ്ടും ആ പ്രതിപക്ഷ നേതാവായി വരുന്നു, ആ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമായി ഇതിനകത്ത് ചർച്ചയിലുണ്ട് CPM-നുള്ളിൽ. അപ്പോൾ ഇതിനെല്ലാം ഉള്ള കൃത്യമായ ഒരു സൂചന ഇന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പരസ്യമായി ഈ ഒരു വിഷയത്തിലൊരു കമൻറ്റ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനപ്പുറത്ത് താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായ ഇതുവരെ CPIM അടുത്ത കാലത്തൊന്നും CPM-ൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന്. അതായത് ഇപ്പോൾ ഞാനത് ഈ യാദവകുലവും ദർഭ സംഗതിയൊക്കെ പറഞ്ഞുകൊണ്ടേ ഒരു തീരെ ഡാർക്കായി പോയെന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് ഒരു പ്രാഥമിക സൂചനകളാണ് എന്നതങ്ങ് പറഞ്ഞായിട്ട് കൂട്ടി. അത് ഹർഷം പറഞ്ഞാൽ ആ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഇത് ചില തിരുത്തൽ പ്രക്രിയയാണ്, അല്ലാതെ പരസ്പരം അവസാനിപ്പിക്കാനുള്ളതും ഈ ഇടതുപക്ഷ CPM-നെ അങ്ങ് ഇല്ലാതാക്കാനുള്ളതാണ് എന്നുള്ള ഒരു ടോൺ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശരിയായ കാര്യം ഹർഷം പറഞ്ഞു തന്നെയാണ്. പിന്നെ പക്ഷേ ഇങ്ങനൊരു അപകടം കൂടെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്കുള്ള അവരത് മനസ്സിലാക്കുന്നുണ്ടാകുമായിരിക്കും. അതായത് ഈ തിരുത്തൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള തമ്മിലടിയായി കഴിഞ്ഞാൽ ഇപ്പോൾ KK ശൈലജ ടീച്ചർ വന്ന് പറഞ്ഞല്ലോ ഇന്ന്, അതായത് ഇടതുപക്ഷം നാട്ടിൽ വേണം എന്ന്, CPIM ഈ നാട്ടിൽ വേണമെന്ന് CPIM-ൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആ പക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പറയുന്ന കാലത്ത് അങ്ങനെ ദർഭമുനകളെടുത്ത് തമ്മിലടിച്ച് നശിക്കാതെ പരസ്പരം ചൂരൽവടികൾ മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. തീർച്ചയായും. ഒരിടവേളയ്ക്ക് ശേഷം CPM-നുള്ളിലെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഘടിപ്പിക്കുമ്പോഴും പാർട്ടി നിലപാടിനൊപ്പമല്ല മുതിർന്ന നേതാക്കളായ EP ജയരാജനും KK ശൈലജയും. അദാനിയുടെ വഴിവിട്ട നടപടികൾക്ക് ദിവ്യ S. അയ്യർ വഴങ്ങിയിട്ടില്ലെന്നും തൽക്കാലം ഇത്രയുമേ പറയുന്നുള്ളൂ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചത്. എന്നാൽ ദിവ്യ S. അയ്യരെ സ്ഥലം മാറ്റിയത് സ്വാഭാവികമായ നടപടി മാത്രമാണെന്നാണ് KK ശൈലജ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻമന്ത്രിമാരായ തോമസ് ഐസക്കും KN ബാലഗോപാലും ഓഹരി കൈമാറ്റത്തിൽ
സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും വിവാദം ഉണ്ടാക്കരുതെന്ന നിലപാട് EP ജയരാജൻ സ്വീകരിച്ചു എന്നത് കൗതുകമാണ്. പിണറായി വിജയനെ ഉന്നമിട്ടാണ് നേതാക്കളുടെ നിലപാട് മാറ്റമെന്ന സംശയം ഉയർത്തുന്നവരും നിരവധിയാണ്. വിഴിഞ്ഞം വിഷയത്തിൽ ഊന്നിയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ് നേതാക്കളെ കൊണ്ട് പരസ്യമായ ഈ പ്രതികൂല നിലപാടുകളൊക്കെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. മറ്റന്നാൾ ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കും MV ഗോവിന്ദനുമെതിരെ കലാപക്കൊടി ഉയരുമോ എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം.